ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കേരള പി സി ടോക്സ്. സോ ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി, പക്ഷെ വോയിസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വോയിസ് കൊടുക്കാൻ വരും, അപ്പം മഴ പെയ്യും, പിന്നെയും വോയിസ് കൊടുക്കാൻ വരും, അപ്പം മഴ പെയ്യും. അപ്പം രണ്ട് കൽപ്പിച്ച് കൊടുത്തതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ കുറച്ച് ദിവസത്തെ ഗ്യാപ്പായിരുന്നു പി എസ് സി പഠനത്തിന്. അതിനുശേഷം ടേബിളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഈ പെൻ സ്റ്റാൻഡിലുള്ള പെന്നൊക്കെ ഫുള്ള് എഴുതാത്തതാണ്. ഞാൻ ഈ എഴുതാത്ത പെന്നൊക്കെ എടുത്തു വെച്ചിട്ട് അവസാനം ഫുള്ള് എഴുതാത്തതായി. അപ്പൊ അതൊക്കെ കുറച്ച് ദിവസമായി ടേബിളൊക്കെ ഒന്ന് തുടയ്ക്കണം എന്ന് വിചാരിച്ചിട്ട് അപ്പൊ അതൊക്കെ റെഡിയാക്കി ടേബിൾ ബുക്കൊന്നും അധികം വെക്കാണ്ട് പഠിക്കാന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പൊ എന്റെ ഈ കയ്യിലുള്ളത് പി എസ് സി ബുള്ളറ്റിനാണ്. ഇതിന്റെ വീഡിയോ ഒന്ന് ചെയ്യൂ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടെലിഗ്രാമിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പി എസ് സി ബുള്ളറ്റിൻ എങ്ങനെയാണ് വരുത്തുന്നത്, എവിടെ നിന്നാണ് വരുത്തുന്നത്. ഇത് പി എസ് സിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് തന്നെ ഞാൻ, അതായത് നമ്മൾ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യണ ആ സൈറ്റിൽ നിന്നല്ലാണ്ട് ഹോം 2 ഉണ്ട് പി എസ് സിക്ക്. അതിൽ പോയിട്ട് പി എസ് സിയുടെ സൈറ്റിൽ നിന്ന് പോയിട്ട് ഞാൻ അങ്ങനെ 150 രൂപ തോന്നുന്നു 6 മാസത്തേക്ക്. അപ്പൊ അവിടെ നിന്ന് ഞാൻ എടുത്തതാണ്. നമ്മുടെ ഗൂഗിൾ പേ വഴിയൊക്കെ പൈസ അടച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. അതിന്റെ സൈഡിൽ ഞാൻ കൊടുക്കാം കേട്ടോ, ഈ വീഡിയോന്റെ സൈഡിൽ ഞാൻ കൊടുക്കാം ഇതിൽ ഏത് സൈറ്റിലാണ് എങ്ങനെയാണ് പോയി എടുക്കുന്നത്, വീഡിയോ സൈഡിൽ കൊടുക്കുക. അപ്പൊ ഇതിന്റെ യൂസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പി എസ് സി ബുള്ളറ്റിൻ തന്നെയാണ്. കാരണം അതിലത്തെ കറണ്ട് അഫയേഴ്സ് മാക്സിമം എല്ലാ പരീക്ഷയ്ക്കും ഞാൻ വന്ന് കണ്ടിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഇത് വരുത്താൻ തുടങ്ങിയത്. എന്നിട്ട് അതിലുള്ള കറണ്ട് അഫയേഴ്സ് ഞാൻ എപ്പോഴും പഠിക്കുമായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ എൽ ഡി സിക്കൊക്കെ ഇതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പി എസ് സി ബുള്ളറ്റിൽ നിന്ന്. അതുപോലെ തന്നെ നമുക്കിനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ്, അതുപോലെ തന്നെ എക്സാം ഡേറ്റ്, പിന്നെ വല്ല അഭിമുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഇതിൽ അറിയാൻ പറ്റും. മലയാളം, ഇംഗ്ലീഷ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഭൗതിക ശാസ്ത്രം, അങ്ങനെ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഭരണഘടന കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ പി എസ് സി ബുള്ളറ്റിൻ വരുത്തുന്നത് എത്രയോ ബെറ്റർ ആണെന്ന് ഞാൻ പറയും, എൻ്റെ ഒപ്പീനിയൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് വരുത്താവുന്നതാണ്. മാസത്തിൽ 2 വട്ടം വരും, 15-ാം തീയതിയും 30-ാം തീയതിയും, അങ്ങനെ 2 വട്ടമായിട്ട് മാസത്തിൽ വരും. ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം ഇതിൽ എത്രണ്ണം ഉണ്ട് എന്ന്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സി അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ബൾക്കായിട്ട്, അതായത് ഒരു മാസം രണ്ടെണ്ണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോ ഈ ഒരു 6 മാസത്തെ, എൻ്റെ അടുത്ത് ഇപ്പൊ 6 മാസത്തെയാണ് ഉള്ളത്. ഇനി ഞാൻ വീണ്ടും സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പോവുകയാണ്. കാരണം 6 മാസം കൂടി 150 രൂപയാണ്. പിന്നെ ഒരു വർഷം എടുത്തിട്ട് നമുക്ക് അഥവാ ചിലപ്പോ ഇനിയിപ്പോ വേണ്ടാന്നുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ 150 രൂപയ്ക്ക് എടുത്തത്. അപ്പൊ ആ 6 മാസത്തെ പി എസ് സി ബുള്ളറ്റിന്റെ എല്ലാം കറണ്ട് അഫയേഴ്സും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതൊരു വീഡിയോ ആക്കിയിട്ട് അതിന് കറണ്ട് അഫയേഴ്സ് മാത്രം ഇപ്പൊ ജനുവരി തൊട്ടിട്ട് ഡിസംബർ തൊട്ടിട്ടുള്ളത് എടുക്കാം. ഓക്കെ, ഡിസംബർ തൊട്ടിട്ട് ഈ മെയ് വരെയുള്ള പി എസ് സി ബുള്ളറ്റിന്റെ കറണ്ട് അഫയേഴ്സ് ഒരു വീഡിയോ ആക്കിയിട്ട് നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുള്ളൂ. കാരണം എനിക്ക് ഭയങ്കര ടൈം പോക്കാണ്. അപ്പോൾ എൻ്റെ ടൈം വേസ്റ്റ് ആവും നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ. നിങ്ങൾ വേണമെന്നുള്ളവരാണെങ്കിൽ ആ ഒരു പി എസ് സി ബുള്ളറ്റിൻ സി എ വേണമെന്നുള്ളവരാണെങ്കിൽ കമന്റ് ചെയ്താൽ മതി. അതിന് കമന്റ് അനുസരിച്ചിട്ടായിരിക്കും ഞാൻ അടുത്ത വീഡിയോ ചെയ്യുള്ളൂ. കാരണം എനിക്ക് എക്സാംസ് ഒക്കെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, ടൈം ഇല്ല. അപ്പൊ ഇത് ഒന്നല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാം. ടൈം വേസ്റ്റ് ആണ്. അപ്പോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരും, ഉറപ്പായിട്ടും ഷുവർ ആയിട്ടും ഞാൻ ചെയ്തു തരും. വേണമെന്നുള്ളവർ കമന്റ് ചെയ്താൽ മതി. പി എസ് സി ബുള്ളറ്റിൻ സി എ വേണമെന്നുള്ളവർ അങ്ങനെ കമന്റ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഇതിൽ സി ഞാൻ കിട്ടിയ ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് ഓപ്പൺ ചെയ്തത്. അപ്പൊ അതത്തെ സി ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സി പേരും വർഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് എഴുതി വെക്കലുണ്ട്. ഇപ്പൊ അതാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പി എസ് സി ബുള്ളറ്റിൻ അങ്ങനെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ സെക്കൻഡ് ഹോമിൽ പോയിട്ടാണ്, ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ടാണ് എടുത്തതെന്ന് കുറെ പേർക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സൈഡിൽ കാണിച്ചു തരാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഞാൻ പോയി എടുത്തത്. പിന്നെ ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് വി എഫ് എക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി ടൈം ടേബിൾ. നമ്മൾ നേരത്തെ എ എസ് എമ്മിന് വേണ്ടിയിട്ട് ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്തു, നമ്മളത് കംപ്ലീറ്റ് ചെയ്തതാണ്. അതിലും ഒരുപാട് ടോപ്പിക് നമുക്ക് ഇനിയും കവർ ചെയ്യാനുണ്ടാവും. അപ്പൊ നമുക്ക് ഈ ഒരു ടൈമിൽ അത് പഠിക്കാം. പക്ഷെ നമുക്ക് ഈ വി എഫ് എക്കും അതുപോലെ ബെക്കോ എൽ ഡി, കമ്പനി ബോർഡ് എൽ ജി എസ് ഒക്കെ വരുന്നത് കൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി ടൈം ടേബിൾ. ഓക്കെ, ദിവസവും ഞാൻ ഉദ്ദേശിക്കുന്നത്
ഞാനും നിങ്ങളും ഒരുമിച്ച് പഠിക്കണ പോലെയാണ്. ഒരു കമ്പൈൻ സ്റ്റഡി പോലെയാണ് പഠിക്കുന്നത്. അതിന് മുന്നേ ഒരു മിനിറ്റ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും ഇതെന്താ ഈ വീഡിയോയിൽ ഇത് ഈ ക്യൂബ് കറക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് അതായത് ഡിഗ്രിയും പഠിക്കണം, PCയും പഠിക്കണം, എല്ലാം കൂടെ ആയിട്ട് ഭയങ്കര സ്ട്രെസ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഈ ഒരു ക്യൂബ് എടുത്തിട്ട് ഞാൻ എപ്പോഴും ഇതെനിക്ക് ഫിനിഷ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞാൻ കറക്കി കറക്കി അത് അങ്ങനെ ആക്കും. അതിനൊരു മെത്തേഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. യൂട്യൂബിൽ നോക്കിയിട്ട് ഞാൻ പഠിച്ചതാണ്. പക്ഷെ പഠിച്ചത് ഫുള്ള് മറന്നുപോയി. അപ്പൊ അത് ഓർത്തെടുത്ത് അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ക്യൂബ് ഇങ്ങനെ കറക്റ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിയൊക്കെ കൂടുന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എന്റെ ബുദ്ധി ഒന്നും ഇതുവരെ കൂടിയിട്ടില്ല. പക്ഷെ എനിക്ക് എന്താ അത് കറക്റ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഇപ്പൊ ഈ കറക്കിക്കൊണ്ടിരുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തി? ടൈം ടേബിൾ. ഓക്കെ. അപ്പൊ ടൈം ടേബിള് നമ്മൾ കമ്പൈൻ സ്റ്റഡി ആരൊക്കെയാണോ എന്റെ ടൈം ടേബിൾ ഫോളോ ചെയ്യണം അവരുമായിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാം. ഞാൻ കമന്റിന് എന്തായാലും റിപ്ലൈ തന്നിരിക്കും. എന്റെ കമന്റ് ബാഡ് കമന്റ് ഉള്ളവർക്ക് ഞാൻ റിപ്ലൈ തരില്ല. ഞാൻ അപ്പൊ തന്നെ റിപ്പോർട്ട് അടിച്ചു വിടും. സോറി. അപ്പോൾ നല്ല കമന്റ് ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാം. കുറേ കുട്ടികളെ എൻ്റെ അടുത്ത് ഇതേപോലെ പേഴ്സണലായിട്ടും ടെലിഗ്രാം ജോയിൻ ചെയ്ത് തരാൻ പേഴ്സണലായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഞാനും നിങ്ങളും ഫ്രണ്ട്സ് പോലെ ആയിട്ട് നമുക്ക് അങ്ങനെ പഠിച്ചു പോവാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചു പോകും. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പഠിച്ചു പോകുന്നത്. പക്ഷെ എനിക്ക് കമ്പൈൻ സ്റ്റഡി ഇഷ്ടമാണ്. കുറെ പിള്ളേരായിട്ട് ഓരോരുത്തർക്കും ഓരോ അറിവായിരിക്കും. ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി ഞാൻ ക്ലാസ്സിൽ പോയിരുന്ന സമയത്ത് കമ്പൈൻ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ആ ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ ആർക്കൊക്കെ എന്തൊക്കെ അറിയാമെന്ന് ആദ്യം ഞങ്ങൾ പറയും. എന്നിട്ടാണ് ആ ഒരു ടോപ്പിക്കിലേക്ക് കടക്കുകയുള്ളൂ. കാരണം ഇത്രയും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്ക് പിന്നെ വായിക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും എന്താണ് ഈ ഒരു എന്താണ് ഈ സംഭവം എന്ന് നമുക്ക് ആ ഒരു ടോപ്പിക്ക് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ആ ഒരു ടോപ്പിക്ക് വെച്ച് മുന്നോട്ട് പോകാൻ ഭയങ്കര ഈസി ആയിരിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എന്താ പറയാ, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എനിക്ക് പഠിച്ചു പോണം. VFAക്ക് അടുത്ത VFA ASM കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത VFA ആണല്ലോ. അപ്പോൾ 10th ലെവലിലുള്ളത്. അപ്പോൾ VFA നേടാം എന്നുള്ള രീതിക്ക് ഒരു ദിവസം എന്തായാലും മലയാളം, ഇംഗ്ലീഷ്, മാത്സിന് നമ്മൾ എന്തായാലും ഡെയിലി അതിന് ഇമ്പോർട്ടൻസ് എന്തായാലും കൊടുക്കും. പിന്നെ CA പറയണ്ട, നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്ത് പോകണം. ഈ നാലെണ്ണം മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, CA ഈ 4 ഒഴികെ ഒരു 2 ടോപ്പിക്ക് ഡെയിലി 2 ടോപ്പിക് അത്രേ എടുക്കുന്നുള്ളൂ. അത് ഏതൊന്നും ആവാം. ഇപ്പൊ ഞാൻ എന്റെ ഇഷ്ടത്തിനായിരിക്കും ചിലപ്പോൾ ചെയ്യാം. നിങ്ങൾക്ക് അത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സിലബസ് അനുസരിച്ച് നമുക്ക് മാറ്റാം. ഓരോ ദിവസം എക്സ്ട്രാ 2 ടോപ്പിക്ക് നമ്മുടെ ഈ നോൺ GK ഒഴികെ എക്സ്ട്രാ 2 ടോപ്പിക്ക് 2 ടോപ്പിക്ക്. അല്ല നിങ്ങൾക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാട്ടോ. ഞാൻ പക്ഷെ നമുക്ക് VF നോട്ടിഫിക്കേഷൻ ഒന്നും വരാത്തത് കൊണ്ട് ആ ഒരു ടൈം യൂസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. വൃത്തിക്ക് പഠിക്കാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് ഈ 2 ദിവസം മുന്നേ ഓഗസ്റ്റ് മാസം ഡേറ്റ് ഒക്കെ വന്ന് എക്സാംസിന്റെ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ASMന്റെ ഡേറ്റ് മാത്രം വന്നില്ല. എനിക്ക് തോന്നുന്നു ഇത് കൺഫർമേഷൻ പീരീഡ് ആയതുകൊണ്ട് തന്നെ ആ കൺഫർമേഷൻ ഫുള്ള് കൊടുത്തു കഴിഞ്ഞാൽ ജൂൺ 4 തോന്നുന്നുണ്ട്. അന്നത്തെ ദിവസമായിരിക്കും ചിലപ്പോൾ ഡേറ്റ് വരുള്ളൂ. അപ്പൊ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനും കൂടി വേണ്ടിയിട്ട് ഈ ഒരു ടൈം ടേബിൾ യൂസ്ഫുൾ ആവണ പോലെയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകാൻ പോകുന്നത്. എന്താവും എനിക്ക് അറിയില്ല. പക്ഷെ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഞാനും നിങ്ങളും ഒരുമിച്ച് പോണ പോലെ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ, ഞാൻ നിർബന്ധിക്കില്ല. കാരണം കമ്പൈൻ സ്റ്റഡി ചെയ്യണതിന് ഗുണമുണ്ട്. ചിലർ പറയും ദോഷമുണ്ട്. ഞാൻ ദോഷം ഇതുവരെ കണ്ടിട്ടില്ല. കുറെ പേര് പറയും പഠിക്കുന്നത് ആരെ കൊണ്ടും ഷെയർ ചെയ്യാൻ പാടില്ല എന്ന്. പക്ഷെ എനിക്ക് ഇഷ്ടമാണ്. നമുക്കുള്ള അറിവ് വേറൊർക്ക് പറഞ്ഞു കൊടുക്കാനും അവരുടെ അറിവ് ഓരോരുത്തർക്കും ഓരോ അറിവായിരിക്കില്ലേ. ഓരോ കാര്യത്തിനെ കുറിച്ചും. ഇപ്പൊ ഈ മഴയെ കുറിച്ചാണെച്ചാലും ഇത് ഇപ്പൊ നമ്മളിപ്പോ കൊടും ചൂടായ സമയത്ത് ചൂടിനെ ഭയങ്കര വെറുത്ത് മഴയൊന്ന് കിട്ടിയാൽ മതി വെച്ചിട്ടിരുന്നേ. ഇപ്പൊ കേരളം ഫുള്ള് വെള്ളത്തിലാണ്. എന്താ പറയാ, ഫുൾ എല്ലാവിടെയും റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടൊക്കെ ആണ്. സ്കൂൾ അവധിയാണ്. സ്കൂൾ തുറക്കണേ ഉള്ളൂ, അതിന് മുന്നേ അവധി കൊടുത്തു തുടങ്ങി. അപ്പോൾ ആ ഒരു അറിവ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ എനിക്ക് കിട്ടുന്ന PDF കാര്യങ്ങളൊക്കെ ഞാൻ ടെലിഗ്രാം ചാനലിൽ ഇടും. അതുപോലെ തന്നെ ഡെയിലി CA ഇപ്പൊ ഞാൻ ഒരു ന്യൂസ് പേപ്പർ കട്ടിംഗ് ഒക്കെ എനിക്ക് കിട്ടുന്നതൊക്കെ ഞാൻ ടെലിഗ്രാം ചാനലിൽ ഇടുന്നുണ്ട്. അതിന്റെ CA കഴിഞ്ഞ ഒരു എക്സാമിന് അതിനൊരു CA വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയി. ഞാൻ തെരഞ്ഞെടുത്ത്, അതായത് ടെലിഗ്രാം ചാനലിൽ തന്നെ ഞാൻ ഓരോ ന്യൂസ് പേപ്പർ കട്ടിങ്ങും തെരഞ്ഞെടുത്തിട്ട് ഞാൻ എൻ്റെ ചാനലിൽ ഇടാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രമേ ഞാൻ ഇടാറുള്ളൂ. വായിക്കാം, നമുക്കിരുന്ന് വായിക്കാം, അങ്ങനെയുള്ളത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയി. പിന്നെ
ഇപ്പോൾ മഴയായതുകൊണ്ട് തന്നെ കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ഫോൺ യൂസ് ചെയ്ത് പഠിക്കുന്നവരാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല, ചാർജ് ഉണ്ടാവില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, മുന്നോട്ട് പോവുക. പിന്നെ വരുന്ന മൺഡേ തൊട്ടിട്ടാണ് നമ്മുടെ ടൈം ടേബിൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നത്. മാക്സിമം എനിക്ക് ജൂൺ 3 തോന്നുന്നു എനിക്ക് ഡിഗ്രീൻ്റെ ഹോൾ ടിക്കറ്റ് ഇതുവരെ വന്നിട്ടില്ല. എക്സാം ഡേറ്റും അറിയില്ല. അതുകൊണ്ട് ജൂൺ മാസം ഫുള്ള് ബിസി ആയിരിക്കും. പക്ഷെ അതിന്റെ ഇടയിൽ ഇതിന്നൊന്ന് മാറി നിന്നതിന് ഇതിന് ടച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല. അപ്പൊ PSന്റെ ടച്ച് വിടാണ്ട് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത്. ASM വരെ എന്തായാലും എനിക്ക് ജൂണും ജൂലൈയിലും എനിക്ക് ഡിഗ്രിയുടെ എക്സാം ആണ്. 5 പേപ്പറേ ഉള്ളൂ. പക്ഷെ ഏതൊക്കെ ദിവസമാണെന്ന് അറിയില്ല. അതുകൊണ്ടാണ്. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കാം. പിന്നെ സെൽഫ് മോട്ടിവേറ്റഡ് ആവുക. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ എഴുതി കുറിച്ചിടുന്നതിന് ഒന്നുമില്ല. സെൽഫ് മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ എടുക്കുക. നിന്നെ കൊണ്ട് ഒന്നും പറ്റില്ല, നീ ചെയ്തിട്ട് ഒരു കാര്യമില്ല, നിനക്കൊന്നും ജോലി കിട്ടില്ല, നീ ഏത് കാലത്ത് ജോലി പിടിക്കാനാ, നീ പഠിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മോട്ടിവേറ്റ്. ഞാൻ അങ്ങനെ ചെയ്യാറ് കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. അങ്ങനെയൊക്കെ ചെയ്ത് അതൊന്ന് വായിച്ച് നോക്കിയാൽ തന്നെ എനിക്ക് പറ്റും എന്നുള്ളൊരു വാശി നിങ്ങൾക്ക് വരും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു പരീക്ഷ നമുക്ക് പാസ്സായി നമ്മൾ ജോലിക്ക് കയറാം. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങളും എൻ്റെ കൂടെ കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടെ. ഞാൻ ഇപ്പോൾ PSC ബുള്ളറ്റിൻ എൻ്റെ അടുത്തുള്ള കളക്ഷൻസ് ആണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത്. ഇത്രയും PSC ബുള്ളറ്റിൻ എൻ്റെ അടുത്ത് ഉണ്ട്, ഇനിയും ഉണ്ട്, എവിടേക്കോ വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ഞാൻ ഈ വീഡിയോ ഒക്കെ ആയിട്ട് കാണിക്കുന്നുള്ളൂ. അപ്പൊ ഇതിൻ്റെയൊക്കെ CA അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് വരാൻ പോകുന്ന എക്സാംസിന്. വേണമെന്നുള്ളവർ കമന്റ് ചെയ്താൽ മതി, ഞാൻ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. PDF ആക്കിയിട്ടോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടോ. ഞാൻ CA ആകെ ഒരു പേജ് ഉണ്ടാവുള്ളൂ. ഒന്നല്ലെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് അങ്ങനെ വീഡിയോ ആക്കിയിട്ട് അതൊന്ന് പറഞ്ഞുതരാം. അല്ല, ഇതിന്റെ PDF ഞാൻ ടെലിഗ്രാമിൽ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർ കമന്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരുടെയും നല്ല മഴയാണ്, എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, അപ്പോൾ നന്നായി പഠിക്കുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ അടുത്ത വ്ളോഗുമായിട്ട് കാണാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.